Welcome to English Shorthand. Today's topic is Grammalogues 2. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാമലോഗ്സ് ഫസ്റ്റ് പാർട്ടാണ് കവർ ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഗ്രാമലോഗ്സിൻ്റെ സെക്കൻഡ് പാർട്ട് കവർ ചെയ്യുന്നു. അപ്പോൾ ഞാനിത് ഗ്രാമലോഗ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഗ്രാമലോഗ്സ് ആണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വണ്ണാണ് പുട്ട്. പുട്ട് എന്നുള്ള എങ്ങനെ റൈറ്റ് ചെയ്യാം? പി എന്നുള്ള കോൺസണൻറ്റ് കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട്. അതുപോലെ ബി എങ്ങനെ ഗ്രാമലോഗ്സിൽ ബി എന്നുള്ള കോൺസണൻറ്റ് ഡാർക്ക് ലൈൻ ടെസ്റ്റ് ലൈനായിട്ട് റൈറ്റ് ചെയ്യാം ബി. ഈ ബി എന്നുള്ള കോൺസണൻറ്റ് തന്നെ കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു ബി. ഇറ്റ് ടി എന്നുള്ള കോൺസണൻറ്റ് ടെസ്റ്റ് ലൈനായിട്ട് റൈറ്റ് ചെയ്താൽ ഇറ്റ്. ഹാർഡ് ഡി എന്നുള്ള കോൺസണൻറ്റ് എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്. ഡു എന്നുള്ളത് ഡി എന്നുള്ള കോൺസണൻറ്റ് ടച്ച് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു. ഡിഫറൻറ്റ് ഇതൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ ഡി എന്നുള്ള കോൺസണൻറ്റ് കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്യും. മച്ച് എന്നുള്ളതിൻ്റെ ച്. അപ്പോൾ ച് എന്നുള്ള കോൺസണൻറ്റ് എബോവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യാം. വിച്ച് ചെ എന്നുള്ള കോൺസണൻറ്റ് ടച്ച് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യാം. ഇതാണ് ഗ്രാമലോഗ്സ്. നമ്മൾ ഈ ഗ്രാമലോഗ്സ് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് സെൻറ്റൻസ്, റിപ്പയർ ഓഫ് ദ റോഡ് ടു ദ ഫെറി ഷുഡ് മേക്ക് എ ഡിഫറൻസ്. അത് എങ്ങനെയാണ് ഷോർട്ട് ഹാൻഡിൽ റൈറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് റിപ്പയർ റിപ്പയർ ഓഫ് മുന്നേ നേരത്തെ പഠിച്ചിരുന്ന ഷോർട്ട് ഹാൻഡാണ്. ഓഫ് ഇപ്പോൾ അത് ലൈനായിട്ട് ശരി. ഓഫ് ദ ഡോട്ട് കൊടുക്കുക ടച്ച് ലൈനായിട്ട്. ഓഫ് ദ റോഡ് ആർ ടി ഉണ്ട്. ആറിന് ശേഷമാണ് വൗൽ എന്നുകൊണ്ട് അപ് ടു ഈ ആറിനുള്ള വൗല് മിഡിൽ കൊടുക്കുക. നമ്മൾ രണ്ട് തരം ആറുണ്ട്. ഒന്ന് ഡൗൺവേർഡ് ആറും അപ്വേർഡ് ആറും. അപ്വേർഡ് ആറാണ് ഇവിടെ യൂസ് ചെയ്തത്. ടു എങ്ങനെ റൈറ്റ് ചെയ്യുക? ടു ടച്ച് ലൈൻ. ടു ദ എന്നുള്ള ടച്ച് ദ ലൈനായിട്ട് ഡോട്ട് കൊടുക്കുക. ഫെറി പിന്നെ ഷുഡ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്? അപ്പായിട്ട് ഷുഡ്. മേക്ക് എ എന്നൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ ലൈൻ്റെ എബോ ആയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എ. ഡിഫറൻസ് എന്നുള്ളത് നമ്മളിപ്പോൾ പുതിയ ഒരു ഗ്രാമലോഗ്സ് ആണ് ഇന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ ഗ്രാമലോഗ്സ് ഇവിടെ റൈറ്റ് ചെയ്യുക. ഡിഫറൻസ്. സെൻറ്റൻസ് ക്ലോസ് ആയി. ഇനി നെക്സ്റ്റ് ആണ് ദേ ഹാഡ് ടു ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ടു ദ ഹെൽത്ത്. അപ്പോൾ എന്താണ്? ദേ റൈറ്റ് ചെയ്തു. ഹാർഡ് പുതിയ ഗ്രാമലോഗ്സ് ആണ്. ഹാർഡ് ഡി എന്നുള്ളതിൻ്റെ എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് എന്നാണ് ഗ്രാമലോഗ്സിൽ. ഹാർഡ്. ടു മുന്നേ പഠിച്ചതാണ് ഗ്രാമലോഗ്സിൽ. ടു. ടേക്ക് മുന്നേ പഠിച്ചാണ്. ഡിഫറെൻറ്റ് പുതിയ ഗ്രാമലോഗ്സ് ആണ്. ഡി എന്നുള്ളത് കടുത്ത ലൈനായിട്ട് റൈറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ്. റൂട്ട് ആർ ടി റൂട്ട്. ടു ദ ഹീറ്റ്. എച്ചിൻ്റെ ഒക്കെ ഹീറ്റ്. ക്രോസ്. സെക്കൻഡ് സെൻറ്റൻസ്. നെക്സ്റ്റ് ഒന്നാണ് തേർഡ് സെൻറ്റൻസ്. ദേ ഹാഡ് എ ഹെവി മെയിൽ ഓൺ മൺഡേ. അതെങ്ങനെ റൈറ്റ് ചെയ്യാം? ദേ ഹാഡ്
നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാമർ ലോക്സ് ആണ്. ഹാർഡ്, ഡി എബോവ് ദ ലൈൻ ആയിട്ട്, ഹാർഡ് എ എബോവ് ദ ലൈൻ ആയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഹെവി, ഹെവി, മെയിൽ, നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ആദ്യം റൈറ്റ് ചെയ്യണം, എന്നിട്ടാണ് വവൽ പ്ലേസ് ചെയ്യേണ്ടത്. ഓൺ, ഓണ് കഴിഞ്ഞ ഗ്രാമർ ലോക്സിൽ പഠിച്ചതാണ്. ഓൺ ഒരു ലൈനായിട്ട് ഡാഷ് കൊടുക്കുക. മൺഡേ, 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 മൺഡേ. സെൻറ്റൻസ് ക്ലോസ് ചെയ്യാം. ഇനി ഫോർത്ത് സെൻറ്റൻസ് ആണ്. ടോം സോ ദ ഹെഡ് ഓഫ് ദ ഫേം ലീവ് അറ്റ് 4 or so. ഇതെങ്ങനെ റൈറ്റ് ചെയ്യാം? ടോം, ടീന്ന് റൈറ്റ് ചെയ്യുന്നു. ടോം, ഓ എന്നുള്ളതിന് വവൽ പ്ലേസ് ചെയ്യുന്നു. ഓം. സോ, എസ് എന്നുള്ള കോൺസണൻറ്റ് ഓ എൻ്റെ വവൽ ഫസ്റ്റ് വവൽ ഒന്ന് അബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യുന്നു. സോ ദ ടച്ച് ദ ലൈനായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഹെഡ്, ഹെഡ് എ എന്നുള്ള പോലെ വന്നു. ഹെഡ്. ഓഫ് പഠിച്ച ഗ്രാമർ ലോഗാണ്. ഓഫ് ദ ഫേം, ഓഫ് ദ ഫേം ലീവ്, ലീവ് അറ്റ്, അറ്റ് 4 or so. സെൻറ്റൻസ് ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ ഗ്രാമർ ലോക്സ് 2 ഗ്രാമർ ലോക്സ് പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമർ ലോക്സ് നമ്മൾ ബൈ ഹാർട്ടാക്കി വെക്കണം. റൈറ്റ് ചെയ്തിട്ട് ബൈ ഹാർട്ടാണ്. ഈ ഗ്രാമർ ലോക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം തന്നെ സ്പീഡ് റൈറ്റ് ചെയ്യുമ്പോൾ സ്പീഡിൽ നമ്മൾ റൈറ്റ് ഡിക്റ്റേഷൻ നടത്തുന്ന സമയത്ത് ഈ ഗ്രാമർ ലോക്സ് നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺ എന്നൊക്കെ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് റൈറ്റ് ചെയ്യാം, മച്ച്, വിച്ച്, ഇതെല്ലാം നമ്മളിവിടെ ഒരൊറ്റ ഓരോ സ്ട്രോക്ക് കൊണ്ട് നമുക്ക് ആ വേർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഗ്രാമർ ലോക്സ് കവർ ചെയ്യുക. ഓരോ ഗ്രാമർ ലോക്സും ബൈ ഹാർട്ടാക്കി മുന്നോട്ട് പോവുക. എളുപ്പമാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ കവർ മെത്തേഡ് ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷോർട്ട് ഹാൻഡ് ഫാസ്റ്റ് റൈറ്റർ ആവും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.